ഞങ്ങൾ പഠിച്ച സ്കൂൾ ഒരു കുന്നിന്മേലാണ്. പഴയ കെട്ടിടം, വലിയ മുറികളും നീളമുള്ള കോറിഡോറുകളും ഉള്ളത്. പതിവ് പോലെ ഞങ്ങൾ കൂട്ടുകാരായി രാത്രിയിൽ സ്കൂളിൽ ചെറുതൊരു ഡെയർ ഗെയിം കളിക്കാനെത്തിയിരുന്നു. ചിലരുടെ അറിവില്ലാതെ ഞങ്ങൾ പുസ്തകശാലയിലെ പണി തടഞ്ഞ ഒരു മുറിയിൽ കയറി. ഞങ്ങൾക്കറിയാമായിരുന്നു ആ മുറിയിൽ ആരും കയറരുതെന്ന് സ്കൂൾ അധ്യാപകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനെക്കുറിച്ച് ഒരു കഥയുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ആ മുറിയിൽ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അവളുടെ ആത്മാവ് സ്കൂളിൽ ഇന്നും സഞ്ചരിക്കുന്നു എന്ന കഥ പ്രചരിച്ചിരുന്നെങ്കിലും ആരും അതിന് വിശ്വാസം വെച്ചിരുന്നില്ല, ഞങ്ങൾ പോലും. ഞങ്ങൾ 5 പേർ മുറിയിൽ കയറി കിടക്കയിലിരുന്നപ്പോൾ ഇരുട്ട് കനിഞ്ഞു. വെളിച്ചം കെടുത്തിയതല്ല, അത് തന്നെ മങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് പുറത്തുവഴിയായി കനലനിലാവ് വരുന്ന പോലെ ഒരു നടപ്പ് ശബ്ദം കേട്ടു. അവൾ വരികയായിരുന്നു. വാതിൽ തുറന്നു, പിന്നെ അടഞ്ഞു. ഒരാൾ ചീറിനോക്കി. അത് നിങ്ങൾ ആണോ? ആരും അല്ല. അവളെ ഞങ്ങൾ കണ്ടില്ല, പക്ഷേ അവളുടെ കപടനിലാവ്, ഓടിക്കൊണ്ടിരുന്ന ഒരു ചിരി, കുളിർമുഴുങ്ങുന്ന ശ്വാസം, എല്ലാം ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ പുറത്ത് ഓടി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞില്ല. നാളുകൾക്കു പിന്നാലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടമായി. അവൻ സ്കൂളിലേക്ക് ചെന്നെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. എന്നാൽ ഒറ്റപ്പടിയും അവൻ തിരിച്ചുവന്നില്ല. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി, ആരെങ്കിലും ആ മുറിയിൽ കയറിയാൽ അവളെ കാണാതെ പോവില്ല. പക്ഷേ ആരെങ്കിലും കണ്ടാൽ അവൾ വരും, ഒരാളെ കൊണ്ടുപോകും. ഇനി ആ സ്കൂൾ ഒഴിഞ്ഞുകിടക്കുന്നു. പക്ഷേ രാത്രിയിൽ ഒരു വെളിച്ചം, ഒരു ചിരി. അവൾ ഇനിയും കാത്തിരിക്കുന്നു.